ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഫലപ്രദവും മികച്ചതുമായ ഭരണനിർവഹണത്തിന് നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒന്നാംഘട്ട വിജ്ഞാപനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ആദ്യഘട്ട വോട്ടെടുപ്പ് 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി എൻഡിഎ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തും. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുത്താൻ എസ്ബിഐക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിൽ. 10 ജില്ലകളിൽ നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഫലപ്രദവും മികച്ചതുമായ ഭരണനിർവഹണത്തിന് നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിവിൽ സർവീസസ് ഓഫീസർമാരുടെ 125ാമത് ഇൻഡക്ഷൻ പരിശീലന പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിശദാംശങ്ങളിലേക്ക്. സമ്പന്നവും വൈവിധ്യമാർന്നതുമായ അനുഭവങ്ങളുള്ള പുതിയ ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനം ഭരണനിർവഹണത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ബിഗ് ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഭരണനിർവഹണത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി സിവിൽ സർവീസ് ഓഫീസർമാരോട് ആവശ്യപ്പെട്ടു. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതുമായ പ്രവർത്തന ശൈലിക്ക് ഉദ്യോഗസ്ഥർ പ്രാധാന്യം നൽകണം. ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭീഷണികൾ ലോകം അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി സൌഹൃദ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നതിനും സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതനമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതം. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 27 വരെയാണ്. പത്രികയുടെ സൂക്ഷ്മ പരിശോധന 28-ന് നടക്കും. പത്രികകൾ 30 വരെ പിൻവലിക്കാം. ബീഹാറിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി 20 വരെയും സൂക്ഷ്മ പരിശോധന 30-നുമാണ്. ഏപ്രിൽ 19-നാണ് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. രാവിലെ 10 മണിയോടെ കോട്ടമൈതാനം 5 വിളക്കിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന് റോഡിൽ സമാപിക്കും. റോഡ് ഷോയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം കോട്ടമൈതാനത്തെത്തും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനമാണ് ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഹോം സെക്രട്ടറിമാരെയാണ് മാറ്റിയത്. മിസോറാം, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് സെക്രട്ടറിമാരെയും മാറ്റി. കൂടാതെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണർമാരെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും നീക്കം ചെയ്യാനും കമ്മീഷൻ ഉത്തരവിട്ടു. IPS ഉദ്യോഗസ്ഥൻ വിവേക് സഹായിയെ പുതിയ പശ്ചിമബംഗാൾ DGPയായി നിയമിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാറും ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ രാഷ്ട്രപതി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ആഴ്ചയാണ് ഇരുവരും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ചുമതലയേറ്റത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ രാവിലെ ഇടപ്പഴിഞ്ഞി RDR ഹാളിൽ നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ ഇന്നത്തെ പര്യടനം രാവിലെ ആരംഭിക്കും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, തൊഴിൽശാലകൾ തുടങ്ങിയ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമം, തിരുവനന്തപുരം വെസ്റ്റ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് UDF കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് 21-നകം വെളിപ്പെടുത്താൻ SBIക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ബോണ്ട് വാങ്ങിയവരെയും സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയെയും ബന്ധിപ്പിക്കുന്ന തിരിച്ചറിയൽ നമ്പർ അടക്കം വെളിപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തണമെന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കി. എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തിയെന്ന സത്യവാങ്മൂലം മാർച്ച് 21 വൈകുന്നേരം 5 മണിക്ക് മുൻപ് സമർപ്പിക്കണമെന്നും SBI ചെയർമാനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പുതുതായി വിജ്ഞാപനം ചെയ്ത പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ 2024 സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് പിന്നാലെ കേരള സർക്കാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നിരവധി ഹർജിക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. തുടർച്ചയായി 5ാം തവണയും റഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്ളാഡിമിർ പുടിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത്. ഇന്ത്യ റഷ്യ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ 37ാമത് സ്ഥാപക ദിനം ഇന്നു മുതൽ ന്യൂഡൽഹിയിൽ ആഘോഷിക്കും. 3 ദിവസത്തെ പരിപാടിയിൽ ശാസ്ത്രീയ സംഗീതം, ഉപകരണ സംഗീതം, നൃത്തം, ശില്പശാലകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ മലേഷ്യയുടെ ലിയോങ് ജുൻ ഹാവോയെയും, കിഡംബി ശ്രീകാന്ത് തായ്വാന്റെ വാങ് ചുവിനെയും നേരിടും. ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി രൂപവൽക്കരിച്ച അഡ്ഹോക് കമ്മിറ്റി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പിരിച്ചുവിട്ടു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കായിക മന്ത്രാലയം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നാണ് കമ്മിറ്റി രൂപവൽക്കരിച്ചത്. മിയാമി ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സുമിത് നാഗൽ അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചു. കനേഡിയൻ താരം ഗബ്രിയേൽ ടിയോലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അടുത്ത റൌണ്ടിൽ കടന്നത്. ഏപ്രിൽ 6-ന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ആരംഭിക്കുന്ന ഹോക്കി ടൂർണമെന്റിനുള്ള 27-അംഗ ഇന്ത്യൻ പുരുഷ ടീമിനെ പ്രഖ്യാപിച്ചു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഹർമൻപ്രീത് സിംഗാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ടൂർണമെന്റിലെ 2ാമത്തെ മത്സരം ഏപ്രിൽ 7-നും തുടർന്നുള്ള മത്സരങ്ങൾ ഏപ്രിൽ 10, 12, 13 തീയതികളിലും നടക്കും. ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 4 ദിവസം ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും മഴ തുടരാനാണ് സാധ്യത. മറ്റിടങ്ങളിൽ മഴയോടൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശബരിമലയിൽ 3ാം ഉത്സവ ദിനമായ ഇന്നലെ ഉത്സവ ബലി ചടങ്ങുകൾ നടന്നു. 24-ന് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. പൈങ്കുനി ഉത്രം നാളായ 25-ന് ഉച്ചയ്ക്ക് 11:30-നാണ് പമ്പയിൽ ആറാട്ട് നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് ദിവസവും കൊടിമര ചുവട്ടിലും ആറാട്ട് ദിനമായ 25-ന് പമ്പയിലും പറ വഴിപാട് നടത്താനാകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൊൽക്കത്തയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ് മരിച്ചവരുടെ എണ്ണം 10ആയി. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഗവർണർ CV ആനന്ദബോസ്, മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങിയവർ അപകടസ്ഥലം സന്ദർശിച്ചു. കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻപ് തടാകം നികത്തിയതായി ആരോപണമുണ്ട്. ഇന്നലെയാണ് 5 നിലകളുള്ള കെട്ടിടം തകർന്ന് അപകടമുണ്ടായത്. ലഡാക്കിൽ കാർഗിലിലെ പ്രാദേശിക സംരംഭകർ ഭക്ഷണ പാക്കേജിംഗിലും ലേബലിംഗ് നിലവാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച 3 ദിവസത്തെ പരിശീലന പരിപാടി സമാപിച്ചു. ക്വാളിറ്റി കൌൺസിൽ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കാർഗിൽ ജില്ലാ വ്യവസായ കേന്ദ്രമാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ജമ്മുകശ്മീരിലെ മുസ്ലിം കോൺഫറൻസ് ഭട്ട് വിഭാഗം, മുസ്ലിം കോൺഫറൻസ് സുംജി വിഭാഗം എന്നിവയെ നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിക്കുന്നതിന് മതിയായ കാരണമുണ്ടോ എന്ന് തീർപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ട്രൈബ്യൂണൽ രൂപവൽക്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫലപ്രദവും മികച്ചതുമായ ഭരണനിർവഹണത്തിന് നൂതന സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 1ാം ഘട്ട വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ആദ്യഘട്ട വോട്ടെടുപ്പ് 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി NDA മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തും.
ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കുള്ളിൽ വെളിപ്പെടുത്താൻ SBIക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിൽ 10 ജില്ലകളിൽ നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. സ്വിസ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.